ഈ നടി അക്രമക്കേസിലെ ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളിലൊന്നായിരുന്നു ഈ കാവ്യ മാധവൻ, ദിലീപിൻ്റെ ഭാര്യ കൂടിയായ കാവ്യ മാധവൻ നൽകിയ മൊഴി. കാവ്യ മാധവൻ്റെ മൊഴിയിലെ പല കാര്യങ്ങളും അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. ഈ മൊഴിയും അതിൻ്റെ ഉള്ളടക്കവും അടക്കമുള്ള കാര്യങ്ങൾ വിധിന്യായത്തിലും കൃത്യമായി പരാമർശിച്ചു പോകുന്നുണ്ട്. കാവ്യ മാധവൻ നൽകിയ മൊഴി, ആ മൊഴികളോട് പിന്നീട് കോടതി എടുത്ത നിലപാട്, ഈ മൊഴിയുടെ വിശദാംശങ്ങൾ, ഇതൊക്കെ ചില ഘട്ടങ്ങളിൽ വാർത്ത വന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ ഈ വിധിന്യായത്തിൽ ഉൾപ്പെടുന്നു. കാരണം അടച്ചിട്ട കോടതിയിലെ ആ കാര്യങ്ങൾ കൃത്യമായി വിധിന്യായത്തിൽ ഉൾപ്പെടുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് കാവ്യ മാധവൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതെന്ന് ഈ വിധിന്യായത്തിൽ പരാമർശിച്ചു പോകുന്നുണ്ട്. കാവ്യയുടെ മൊഴി മഞ്ജു വാര്യരുമായുള്ള ദിലീപിൻ്റെ വിവാഹബന്ധം തകർത്തതിന് കാരണം താനാണെന്ന വാദം തള്ളി കാവ്യ രംഗത്ത് വരുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങളൊക്കെ കാവ്യ മാധവൻ ഇക്കാര്യത്തിൽ മൊഴി നൽകുന്നുണ്ട്. ദിലീപും താനുമായി കൂടുതൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ കാവ്യ ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിവാദങ്ങളിലേക്ക് വന്നത് നമുക്കറിയാം. ഒരു വിദേശ യാത്രയിൽ, വിദേശ ടൂറിനിടയിൽ കാവ്യയും ദിലീപുമായി അടുത്ത ബന്ധം പുലർത്തി. അതാണ് പിന്നീട് ഈ തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കുമൊക്കെ, ഈ സംഭവങ്ങൾക്കുമൊക്കെ ഇടവെച്ചത് എന്ന തരത്തിലായിരുന്നു എന്ന വ്യാഖ്യാനം. പക്ഷേ ഈ വാദമൊക്കെ കാവ്യ തള്ളുന്നുണ്ട്. എന്താണ് കാവ്യ മാധവൻ പറഞ്ഞത്? അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് വിശദമായി തന്നെ നോക്കേണ്ടതുണ്ട്. കാവ്യ മാധവൻ്റെ മൊഴിയിൽ മഞ്ജു വാര്യരും ദിലീപുമായിൻ്റെ വിവാഹബന്ധം തകർന്നതിൻ്റെ കാരണം താനാണെന്ന വാദം കാവ്യ മാധവൻ തള്ളുകയാണ് ഈ മൊഴിയിലൂടെ. കാവ്യയുടെ മൊഴിയുടെ മറ്റൊരു വിശദാംശം വേഗത്തിൽ നോക്കാം. തന്നെ കാണാൻ അതിജീവിതയ്ക്കൊപ്പം മഞ്ജു വാര്യരും കൂട്ടുകാരും വന്നു എന്ന മൊഴി കാവ്യ മാധവൻ നിഷേധിച്ചിട്ടുണ്ട്. ഒപ്പം കാവ്യയുടെ മൊഴിയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ അതിജീവിതയും ദിലീപും തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നില്ല എന്ന് കാവ്യ മാധവൻ പറയുന്നു. അടുത്ത മൊഴിയിലേക്ക് വരുമ്പോൾ ദിലീപുമായുള്ള മെസ്സേജുകളും കോൺടാക്റ്റുകളും തനിക്ക് ഓർമ്മയില്ല എന്ന മറുപടിയാണ് അവർ ഒരു ഘട്ടത്തിൽ ഈ വിസ്താരവേളയിൽ കോടതിയിലെടുത്ത നിലപാടുകൾ. അങ്ങനെ ദിലീപുമായി മനഃപൂർവ്വം ഫോൺ നമ്പർ മാറ്റിയെന്ന പ്രോസിക്യൂഷൻ്റെ വാദം തെറ്റെന്ന് കാവ്യ വാദിക്കുന്നു. ഒപ്പം കാവ്യയുടെ വാദങ്ങളിലേക്ക് വരുമ്പോൾ വിദേശ ഷോകളിൽ ദിലീപുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്ന വാദം തള്ളുകയാണ് കാവ്യ. ഇത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഇത് മഞ്ജു വാര്യരോട് പങ്കുവെക്കുകയും തുടർന്ന് ഈ കൊട്ടേഷൻ അടക്കമുള്ള നീക്കങ്ങളിലേക്കും ഉണ്ടായി എന്നതായിരുന്നു ഉയർന്ന ആക്ഷേപം. എന്തായാലും കാവ്യ അത് തള്ളുകയാണ്. ദിലീപുമായി സുഹൃത്ത് എന്നതിനേക്കാൾ ഉപരി കൂടുതൽ ബന്ധമുണ്ടായിരുന്നുവെന്നുമാണ് കാവ്യ മാധവൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയ മൊഴി. കൃത്യമായ വിശദീകരണത്തിന് കാര്യങ്ങളിലേക്കും കാവ്യ മാധവൻ കടന്നു പോവുകയുണ്ട്. എന്തായാലും കാവ്യ മാധവൻ്റെ മൊഴി അങ്ങേയറ്റം നിർണായകമായിരുന്നു ഈ കാര്യത്തിൽ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വിധിന്യായത്തിൻ്റെ പല ഘട്ടങ്ങളിലായി കാവ്യ മാധവൻ്റെ മൊഴിയും ആ മൊഴിയുടെ ചില പൊരുത്തക്കേടുകളുമൊക്കെ കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം ഈ കാവ്യ മാധവൻ്റെ മൊഴി അവസാന ഘട്ടത്തിൽ ഈ കേസിനെ എത്ര കണ്ട് സ്വാധീനിച്ചു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിധിന്യായത്തിൽ അതൊക്കെ പരാമർശിച്ചു പോകുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഈ നടി അക്രമക്കേസിലെ കാവ്യ മാധവൻ, ദിലീപിൻ്റെ ഭാര്യയായ കാവ്യ മാധവൻ നൽകിയ മൊഴി എത്ര കണ്ട് നിർണായകമായി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മഞ്ജു വാര്യരുമായുള്ള ദിലീപിൻ്റെ വിവാഹബന്ധം തകർന്നത് അത് സംബന്ധിച്ചുള്ള മൊഴി അവർ നൽകുന്നുണ്ട്. തന്നെ കാണാൻ അതിജീവിതയ്ക്കൊപ്പം മഞ്ജു വാര്യരും കൂട്ടുകാരും വന്നു എന്ന മൊഴി കൂടി തള്ളുന്നു. അതിജീവിതയും ദിലീപും തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നില്ല എന്ന് കാവ്യ മാധവൻ വാദിക്കുന്നു. ദിലീപുമായുള്ള മെസ്സേജുകളും കോൺടാക്റ്റുകളും തനിക്ക് ഓർമ്മയില്ല എന്ന മറുപടി കൂടി പറയുന്നു. ഇങ്ങനെ മൊഴിയിലെ ഓരോ കാര്യങ്ങൾ കാവ്യ പരാമർശിക്കുന്നുണ്ട്. മനഃപൂർവ്വം ഫോൺ നമ്പർ മാറ്റി എന്ന പ്രോസിക്യൂഷൻ്റെ വാദം തെറ്റ് എന്ന് കാവ്യ വാദിക്കുന്നു. ഇങ്ങനെ കാവ്യ മാധവൻ നൽകിയ മൊഴി, അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ 1700-ലധികം പേജുകൾ ഉൾപ്പെടുന്ന ഈ വിധിന്യായത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഒപ്പം ഇത് എത്ര കണ്ട് ഈ കേസിനെ സ്വാധീനിച്ചു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നത്. കാവ്യ മാധവൻ്റെ മൊഴി, ഈ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ച ഈ മൊഴിയുടെ വാദങ്ങൾ, ഇതിനോട് കോടതി എടുത്ത സമീപനം, ഗൂഢാലോചനാവാദം നിലനിൽക്കാതെ പോയതിൽ കാവ്യ മാധവൻ നൽകിയ മൊഴിക്ക് എത്ര കണ്ട് പ്രാധാന്യമുണ്ടായിരുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ കാവ്യ മാധവൻ നൽകിയ മൊഴിയുടെ പ്രധാനപ്പെട്ട കാര്യമാണ് ദിലീപുമായി സുഹൃത്ത് എന്നതിനേക്കാൾ ഉപരി കൂടുതൽ ബന്ധമുണ്ടായിരുന്നു എന്ന മൊഴി. ശ്രദ്ധിക്കുക, ഇത് ഇരുവരും തമ്മിലുള്ള വിവാഹത്തിന് മുമ്പുള്ള കാര്യമാണ് പരാമർശിച്ചു പോകുന്നത്. കാവ്യയുടെ മൊഴിയിൽ പരാമർശിക്കുന്നതും അതുതന്നെയാണ്. ദിലീപുമായി സുഹൃത്ത് എന്നതിനേക്കാൾ ഉപരി കൂടുതൽ ബന്ധമുണ്ടായിരുന്നു എന്ന മൊഴി കാവ്യ മാധവൻ പരാമർശിക്കുന്നുണ്ട് എന്നത് ഈ മൊഴിയിലെ ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ഗൂഢാലോചനാവാദം പൂർണ്ണമായി
നിരസിക്കുകയും തള്ളുകയും നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് കാവ്യ മാധവൻ മൊഴി നൽകിയിരിക്കുന്നത്. തൻ്റെ ഭർത്താവിന് വേണ്ടി, ഭർത്താവിന് തെറ്റുകാരനല്ല എന്ന വാദങ്ങൾ തന്നെയാണ് കാവ്യ ഈ മൊഴിയിൽ ഉള്ളടക്കമായി വന്നിരിക്കുന്നത് എന്നത് കൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. എന്താണ് കാവ്യ മാധവൻ്റെ മൊഴി? ഈ മൊഴി കേസിനെ എത്ര കണ്ട് സ്വാധീനിച്ചു? നമുക്ക് വിശദമായി പരിശോധിക്കാം. രഞ്ജിത്ത് രാമചന്ദ്രൻ ഉണ്ട്. രഞ്ജിത്ത്, യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ വിചാരണാവേളയുടെ പല ഘട്ടങ്ങളിലും കാവ്യ മാധവൻ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി പല ഘട്ടങ്ങളായി ചർച്ച ചെയ്തു പോയതാണ്. യഥാർത്ഥത്തിൽ ഈ വിധിന്യായത്തിൽ കൃത്യമായി ആ മൊഴിയുടെ പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ? എത്ര പേജുകളിലായി, എവിടെയൊക്കെ, എങ്ങനെയൊക്കെയാണ് കാവ്യയുടെ മൊഴി പരാമർശിക്കപ്പെടുന്നത്? തീർച്ചയായും ഏതാണ്ട് 1790 പേജുകളുള്ള ഒരു വിധിന്യായം. അതിലേതാണ്ട് 280 പേജ് മുതൽ ഈ കാവ്യയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുണ്ട്. അതായത് പ്രോസിക്യൂഷൻ വിറ്റ്നസ് 179 കാവ്യ എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിലൊക്കെ കാവ്യയെ ഈ കേസിൽ പ്രതി ചേർക്കും എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകളൊക്കെ വന്നിരുന്നു. ചില നിയമ വിദഗ്ധരൊക്കെ ആ തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. കാരണം ഈ അതിജീവിതയുമായുള്ള ശത്രുതയിൽ കാവ്യയ്ക്കും പങ്കാളിത്തമുണ്ട് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നപ്പോൾ പക്ഷേ അത്തരത്തിലൊരു പ്രതികേർക്കൽ ഉണ്ടായില്ല. പ്രോസിക്യൂഷൻ വിറ്റ്നസ്സായി തന്നെയാണ് കാവ്യയെ ഈ കേസിന്റെ വിചാരണാ വേളയിൽ ഉടനീളം കോടതി പ്രോസിക്യൂഷൻ നിർത്തിയത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാവ്യ മാധവൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണാണ്. നമുക്കറിയാം ഈ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം ആരംഭിക്കുന്നത്. കാവ്യ മാധവന്റെ മൊബൈൽ നമ്പറിൽ നിന്ന് വന്ന മെസ്സേജ്, ദിലീപിന്റെ ഫോണിലേക്ക് വന്ന മെസ്സേജുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കത്തിന്റെ ഒരു തുടക്കം. കഴിഞ്ഞ ദിവസമൊക്കെ മഞ്ജു വാര്യരുടെ വിസ്താരവേളയിലൊക്കെ പറഞ്ഞ വിശദാംശങ്ങൾ നമ്മൾ പങ്കുവച്ചപ്പോൾ അതിൽ പഴയ ദിലീപിന്റെ ഒരു ഫോണിലേക്ക് കാവ്യ അയച്ച ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് അതുമായി ബന്ധപ്പെട്ടാണ് തർക്കം ആരംഭിക്കുന്നതും ആ മെസ്സേജ് മഞ്ജു പിന്നീട് മറ്റുള്ള സുഹൃത്തുക്കളെ കാണിക്കുകയും പിന്നീട് അതിജീവിതയുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കുകയും മറ്റും ചെയ്തപ്പോഴാണ് ഇത് ദിലീപ് അറിയാനിടയാവുകയും പിന്നീട് ദിലീപുമായി തർക്കം ഉടലെടുക്കുകയും ഒരു ശത്രുതയിലേക്ക്, അതിജീവിതയുമായ ശത്രുതയിലേക്ക് കാര്യങ്ങൾ എത്തുകയും മറ്റും ചെയ്തത് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വന്നത്. ഇവിടെ കാവ്യയോട് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് തൻ്റെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടായിരുന്നു. ആദ്യ വിവാഹം കഴിച്ചത് 2009 കാവ്യ മാധവൻ. ആ സമയത്ത് അതിനുശേഷം ഈ സംഭവവികാസങ്ങൾ നടക്കുന്ന സമയത്ത് ഇവർ വെണ്ണലയിൽ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് മാതാപിതാക്കൾക്കൊപ്പം താമസിക്കാനായി മടങ്ങി വന്നതാണ് എന്ന മറുപടിയാണ് കാവ്യ നൽകിയത്. മഞ്ജു വാര്യരെ ആ സമയത്ത് PW34 പ്രോസിക്യൂഷൻ വിറ്റ്നസ് 34 മഞ്ജു വാര്യരെ നന്നായി അറിയാം, മഞ്ജുവുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്നു എന്ന് കാവ്യ മാധവൻ പറയുന്നുണ്ട്. വിവാഹത്തിന് മുമ്പുള്ള അവരുടെ ഈ വിവാഹബന്ധം തകർന്നതിന് മുൻപുള്ള കാര്യമാണിത്. ദിലീപുമായി വിവാഹം വരെ, തങ്ങളുടെ വിവാഹം വരെ ദിലീപുമായി അതിജീവിത വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്നു എന്ന കാര്യം കൂടി കാവ്യ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രോസിക്യൂഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ദിലീപിന്റെ ദാമ്പത്യ ബന്ധം, ആദ്യത്തെ ദാമ്പത്യ ബന്ധം, മഞ്ജുവുമായുള്ള ബന്ധം തകരാനുള്ള കാരണക്കാരി നിങ്ങളാണോ എന്ന ചോദ്യത്തിന് നിഷേധിച്ചുകൊണ്ടാണ് കാവ്യ മാധവൻ തനിക്ക് അതിലൊരു